എപ്പോഴും ദൈവത്തോട് നന്ദി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പഴയ ജീവിതം എപ്പോഴും ഓർക്കും, പഴയ കാലം ഓർത്തിട്ട് ഈശോയ്ക്ക് അത് നന്ദി പറയും. പക്ഷേ അന്ന് നന്ദി നമുക്ക് മനസ്സിലാകത്തില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഇന്നത് ഓർക്കുമ്പോഴത്തേനും നമുക്ക് ഇന്ന് അങ്ങനെ ഇതിലേക്ക് എൻ്റെ യേശുവിനെ എനിക്ക് അറിയാൻ പറ്റാതെ ഞാൻ അങ്ങനെ അന്നത്തെ കാലത്തെ പോലെ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ആ അവസ്ഥ എന്തായിരിക്കും, അതൊക്കെ ഓർക്കുമ്പോഴത്തേനും ഇപ്പം കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുന്നില്ലാത്ത അവസ്ഥ. അപ്പം നമ്മൾ കുഞ്ഞിലെ തൊട്ടേ നമ്മൾ പള്ളിയിൽ പോകുമായിരുന്നു, വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ മാതാപിതാക്കളെല്ലാം നമ്മളെ വിശ്വാസത്തിൽ വളർത്തി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊരു ടീനേജ് കാലം തൊട്ട് പിന്നെ നമ്മൾ കുറച്ച് കാലം തുടങ്ങി, പിന്നെ യൂത്ത്, അങ്ങനെ പിന്നെ വന്നപ്പോഴത്തേനും സാധാരണ ഒരു പള്ളിപ്പോക്ക് മാത്രം, പിന്നെ വിശ്വാസത്തിലേക്ക് അങ്ങ് ആഴപ്പെടുന്നില്ല. അപ്പം ലോകത്തെ വെട്ടിപ്പിടിക്കാനായിട്ട് ഓട്ടമായി, ആ നെട്ടോട്ടം. അപ്പം ആ ഓട്ടത്തിൽ പിന്നെ പല കൂട്ടുകാരികൾ വന്നു, പല ഉന്നത ബന്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ വേറെ ലെവലിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പം ദൈവത്തിന് അത് നടത്തണം. അതുകൊണ്ട് ആ മേഖലകളിലെല്ലാം ഒരു തകർച്ച വന്നു. അപ്പം ആ തകർച്ച വന്നപ്പോഴത്തേനും ഒന്നെങ്കിൽ രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ കള്ളുപിടിച്ച് നിരാശ അങ്ങനെ മാറിപ്പോണം. അപ്പം ഇതിന് രണ്ടിനും ദൈവം അനുവദിച്ചില്ല. അപ്പം ദൈവം അപ്പം ആ കാലത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയത്തില്ലാവരും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കില്ല. എങ്ങനെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. അപ്പം ഒരു ദിവസം എൻ്റെ അമ്മച്ചി എന്നോട് ചോദിച്ചു, മോനെ നീ അന്ന് 2 പിള്ളേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അപ്പം മക്കളെ കൊണ്ട് നീ എങ്ങനെ ജീവിക്കൂ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അന്നേരം വലിയ പ്രാർത്ഥനയോ ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു വന്നു, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് പറയാം. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും എൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേനും അമ്മച്ചി എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന അമ്മച്ചിയായിരുന്നു. പക്ഷേ അന്നേരം ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇരുന്നു എന്ന് പറഞ്ഞ് അരിച്ചപ്പെട്ട് അമ്മച്ചി അങ്ങ് പോയി. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ട് ദൈവം അങ്ങ് ഏറ്റെടുത്തു. അപ്പം ആ ദൈവം രക്ഷിക്കാൻ തുടങ്ങി. അപ്പം പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നു. അപ്പം തമിഴ് കുർബാന, എനിക്ക് തമിഴ് വായിക്കാനും എഴുതാനും അറിയാം, ഇവർക്ക് അറിയത്തില്ല. അപ്പം എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകാനായിട്ട് നിർബന്ധിക്കും. അപ്പം ഞാൻ പള്ളിയുടെ വാതിൽക്ക് കൊണ്ട് ഇവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ പോവും. കാരണം ബിസിനസ്സൊക്കെ അത്ര അങ്ങനെ അതിൻ്റെ പുറകെയാണ്. അപ്പം ഞായറാഴ്ചയും കൂടെ പണിയെടുക്കാതെ പണി മുടങ്ങിപ്പോവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നഷ്ടം വരും എന്നൊക്കെ അതായിരുന്നു. അങ്ങനെ അവളെ ഇറക്കിയിട്ട് അങ്ങനെ പോകുമായിരുന്നു. അപ്പോഴത്തേനും ഇവള് തമിഴ് അറിയത്തില്ലെങ്കിലും ആ കുർബാനയ്ക്ക് വന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പല ലക്ഷത്തിൻ്റെ കണക്കുകളൊക്കെയാണ് പറയുന്നത്, പല ലക്ഷം കോടികൾ ഇങ്ങനെ പറയുമ്പോഴത്തേനും എൻ്റെ പുറകെ ഇരുന്നിട്ട് ഇവള് കൊന്തയല്ലുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു ഈ ലക്ഷങ്ങളെല്ലാം തകരണേന്ന്. അങ്ങനെ ദൈവം അതിന്നൊരു വലിയൊരു തകർച്ചയിലേക്ക് വന്നപ്പോഴത്തേനും സീറോയിലേക്ക്, ബിക്കിന്ന് ഏറ്റവും മണ്ടയ്ക്കും താഴേക്കായിട്ട് സീറോയിലേക്ക് വന്നു. അപ്പോൾ ആ സീറോയിലേക്ക് ദൈവം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ദൈവം ഇങ്ങനെ ചിന്തിക്കാനും ഈ ജീവിതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനൊക്കെ ആയിട്ടൊരു അവസരം തന്നത്. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി. അപ്പം അങ്ങനെ ആ ധ്യാനം കേട്ടപ്പോഴത്തേനാണ്, വചനം കേട്ടപ്പോഴൊക്കെയാണ് ഇപ്പം ഈ ജീവിതത്തെ പറ്റി മനസ്സിലാക്കാനും. അപ്പം ദൈവം ഒരു കൃപ തന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന സ്വത്തുക്കളും കാര്യങ്ങളും അതുപോലെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കാനായിട്ട്. അപ്പം ജീവിതത്തിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം ദൈവം അങ്ങ് എടുത്ത് കളഞ്ഞു. അതൊരു ഭയങ്കര ഒരു കൃപയായിരുന്നു. അപ്പം നമുക്കിപ്പം അല്ല വീടുണ്ടാക്കണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം, നല്ലതായിട്ട് ജീവിക്കണം, കാറ് മേടിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ നയിക്കുന്നത്. പിന്നെ ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു പോകുന്നു. പക്ഷേ ഈ ആഗ്രഹം കർത്താവ് ഉള്ളിൽ നിന്ന് അങ്ങ് എടുത്തു കളഞ്ഞു. അപ്പം ആഗ്രഹം ഉള്ളിൽ നിന്ന് പോയപ്പോൾ തന്നെ ഞാൻ പുതിയൊരു സൃഷ്ടിയായി, യേശുവിലെ പുതിയ സൃഷ്ടിയായിട്ട് മാറി. അപ്പം ആഗ്രഹം ഇല്ലാതായി. അപ്പം ഞാൻ ഫ്രീ ആയി. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ടെൻഷന്, ആകുലതകള്, പല ഏതൊക്കെ നേടണം, എങ്ങനെയൊക്കെ നടക്കണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം അങ്ങ് പോയിട്ട് ഫ്രീ ആയി. അപ്പം അങ്ങനെ ആ യേശുവിനോട് ചേരാനായിട്ട് സാധിച്ചു. പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അന്നത്തെ ആ കാര്യങ്ങളും ഉണ്ടായിരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉപേക്ഷിക്കാനായിട്ട് പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓയിൽ ഡിസ്റ്റിലേഷൻ യൂണിറ്റുകളായിരുന്നു, അതെല്ലാം ഉപേക്ഷിക്കുവാനും പിന്നെ അതിലേക്ക് തിരികെ പോകാതിരിക്കുവാനായിട്ടുള്ള കൃപ ദൈവം തന്നു.
അതുപോലെ പിന്നെ പ്രാർത്ഥനയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാം വിട്ടിട്ട് അത് അന്ന് കിട്ടിയ വചനം എന്നതായിരുന്നു. അത് ജോബിന്റെ ജോബ് 22:24 വാക്യങ്ങളായിരുന്നത്. സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിൽ എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിപ്പുള്ള വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തന് നേരെ മുഖമുയർത്തുകയും അവിടുത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അവിടുന്ന് ശ്രവിക്കുകയും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നിന്റെ പാതകൾ പ്രകാശിതമാകും. അപ്പോൾ ഇതാണ് 6 കാര്യങ്ങളാണ് കർത്താവ് വചനത്തിലൂടെ പറഞ്ഞത്. അപ്പം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. സ്വർണത്തെ പൊടിയിലേക്ക് കളയുക. അപ്പം ഓഫീർ പൊന്ന്, സോളമൻ രാജാവിൻ്റെ കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലേക്ക് വലിച്ചെറിയുക. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം. അപ്പം അതിലേക്ക് കയറുവാനായിട്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് എൻ്റെ ദൈവകൃപയല്ല. അതല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ അറിയത്തില്ല. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് വചനം താക്കീത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ പ്രാർത്ഥനയിലാണ്. നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാതെ ആയി പോകും. നമ്മുടെ പേഴ്സണൽ പ്രെയർ കുറഞ്ഞു പോകുന്നത്, ദൈവമായിട്ടുള്ള ബന്ധം കുറയണതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ഇന്ന് കാത്തു സൂക്ഷിക്കാൻ കഠിന പ്രയത്നം ചെയ്യണം. നഷ്ടപ്പെടാൻ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. ലോകത്തിൻ്റെ ജീവിത വ്യഗ്രത, സുഖലോലുത, അങ്ങനെ എന്തിലൊക്കെ പെട്ടുപോകാമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ അത്രയും കർത്താവിനെ കൂട്ടുപിടിച്ചാലേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. അതുപോലെ കർത്താവിൻ്റെ ചട്ടങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞതുപോലെ അതിലൂടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളാക്കി, കർത്താവിൻ്റെ സാക്ഷികളാക്കി ദൈവം ഞങ്ങളെ മാറ്റി. വചനം യോഹന്നാൻ 15:16 പറയുന്നുണ്ട്, നീ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണെന്ന്. കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ അതിലോട്ട് തന്നെ കൊണ്ടുവന്നു. ഞങ്ങൾ മാറിപ്പോയപ്പോഴും വിശ്വസ്തനായ കർത്താവ്, വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞ് വിളിച്ചവനായ കർത്താവ് ഞങ്ങളെ വീണ്ടും കൂട്ടി കൊണ്ടുവന്ന് ഈശോയുടെ കൂടെയാക്കി ഞങ്ങളെ. അതുപോലെ മക്കളെ സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് 6 മക്കളുണ്ട്. 2 പേര് സ്വർഗത്തിൽ, 8 പേര്. പക്ഷെ അതിൽ ഞങ്ങൾക്ക് മേന്മയൊന്നും പറയാനില്ല. ദൈവം ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ 4 മക്കള്, 2 പെൺപിള്ളേര്. അത് കഴിഞ്ഞപ്പം 2 ആൺപിള്ളേര് വേണമെന്ന് ആഗ്രഹിച്ചു. 2 ആൺപിള്ളേർക്ക് വേണ്ടി ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ച് ആ സമയത്ത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ദൈവ കൃപയിലോട്ട് വന്ന സമയമായതുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിച്ച് 2 ആൺകുട്ടികൾ, അത് 2 ഇരട്ടക്കുട്ടികൾ വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് മെഡിക്കൽ സയൻസിൻ്റെ ഇത് വെച്ചിട്ട് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടായില്ലെങ്കിലോ എന്നുള്ള ഇതുകൊണ്ടാണ് ഇരട്ടക്കുട്ടികൾക്ക് വേണ്ടി ചോദിച്ചത്. കാരണം കല്യാണം കഴിക്കാൻ കുറച്ച് താമസിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മക്കളുണ്ടാകാൻ സമയത്തിന് ഒരു 40 വയസ്സിന് മുമ്പ് ഉണ്ടാകുമ്പം 2 പിള്ളേരുണ്ടാകാൻ സമയമില്ലെന്ന് 2 ഇരട്ടക്കുട്ടികൾക്ക് വേണ്ടി പഠിച്ചു. ദൈവം അതും എത്ര കരുണയുള്ള കർത്താവ്. നമ്മുടെ ഒരു കുഞ്ഞു നിസ്സാര പ്രാർത്ഥന. അതിന്റെ കാര്യം പറയാം. അപ്പം ആദ്യമേ 2 പെൺകുട്ടികളുണ്ടായി. അപ്പം പിന്നെ അടുത്തൊരു ആൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹം. അപ്പം ശരി, അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇവള് പറഞ്ഞു, അപ്പം നമുക്ക് 2 ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഈ ദേശത്ത് വന്നു, 2 ആൺകുഞ്ഞുങ്ങള് പിറന്നാൽ നമ്മൾ എങ്ങനെ അവരെ വളർത്തും? ഈ രാജ്യത്ത് നമുക്ക് പേരൻസ് ഇല്ല, സപ്പോർട്ടിങ് ആരുമില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാം. അപ്പം ഇവള് എന്നോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, നമുക്ക് ആദ്യമേ കുറേ സ്ട്രഗിൾ ആയിരിക്കും, പിന്നെ കുറേ കഴിയുമ്പോൾ ഇതിലൊക്കെ രസമായിരിക്കും. അപ്പം ഞാനും എൻ്റെ മനസ്സ്, അപ്പം ഞാൻ യെസ് പറഞ്ഞു, ഒന്നിച്ചു. അപ്പം ഞങ്ങളുടെ മനസ്സ് തമ്മിൽ ഒന്നായി. അപ്പം ഞങ്ങൾക്ക് വചനം കിട്ടി. ഞങ്ങൾ മത്തായി 18:19 വെച്ച് പ്രാർത്ഥിച്ച ഭൂമിയിൽ നിങ്ങൾ 2 പേർ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് അത് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഫാസ്റ്റിംഗ് എടുത്ത് ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. ഇവിടെ ചെല്ലുമ്പോഴത്തേനും ഇവർ പറയില്ലോ അതാണ്. അപ്പം ചെന്നപ്പോഴത്തേനും പറഞ്ഞു ട്വിൻസ് ആണെന്ന് പറഞ്ഞു. അപ്പം ട്വിൻസ് കേട്ടപ്പോൾ തന്നെ പ്രാർത്ഥിച്ചാൽ ദൈവം കേട്ടല്ലോ എന്നുള്ള ഇതായി. അന്നേരത്തേനും അപ്പൊ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മള് 2 അടുത്ത് ട്വിൻസാണ്, അത് ആണാണോ പെണ്ണാണെന്ന് പറഞ്ഞില്ല. അപ്പം ട്വിൻസ് 2 പെണ്ണാണെങ്കിൽ അപ്പം അടുത്ത് 4 പെണ്ണുങ്ങളാണ്, ഇങ്ങനെ ഒരു ഇത്. അപ്പം നമ്മൾ 2 ആണിന് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചത്. അപ്പം ഇങ്ങനെ പിന്നെ അടുത്ത ചെക്കപ്പിന് ചെന്നപ്പോഴത്തേനും അവർ 2 ആണുങ്ങളാണെന്ന്. അപ്പോഴാണ് ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന അതേപടി കേട്ടു എന്നുള്ള ഭയങ്കര ഒരു ബോധ്യവും സന്തോഷവും ജീവിതത്തിലേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ടാച്ചിന് സോജിയച്ചിനും ഒക്കെ വന്നവരെ ഞങ്ങൾ ശുശ്രൂഷയിലായി. അപ്പം അങ്ങനെ കുറെ കൂടെ ഞങ്ങളുടെ ഉള്ളു തുറന്ന് ഞങ്ങൾ 4 പിള്ളേർ വേണമെന്നല്ല, ദൈവം തരുന്നതെല്ലാം സ്വീകരിക്കാനായിട്ടുള്ള ലീങ്ങൾ വന്നു. അപ്പം ഞങ്ങൾക്ക് ബോധ്യം കിട്ടി, ഞങ്ങൾ ഇത് ഗർഭപാത്രം അടയ്ക്കാനോ തുറക്കാനോ ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. ദൈവം തരുന്നത് സ്വീകരിക്കാനായിട്ട് മാത്രമുള്ള
വലിയ ദാസന്മാരാണെന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഒരു എല്ലാം ദൈവത്തിൻ്റെ അധികാരത്തിലാണ്, എല്ലാം നമ്മുടെ ചിന്തകൾ പോലും എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളാണെന്നുള്ള ബോധ്യം കിട്ടി. അപ്പം അങ്ങനെ നമുക്ക് പറയാൻ പോലും പൊടിയും ചാരുവായി നമുക്ക് എന്ത് അധികാരമാണ്, എന്താണുള്ള മേന്മയാണുള്ളത്, ഞങ്ങൾക്ക് ഇത്ര കുഞ്ഞുങ്ങൾ മതി എന്നൊക്കെ പറയാൻ പോലും അതൊക്കെ കിട്ടിയപ്പോഴത്തേനും പിന്നെ ദൈവം തരുന്ന എല്ലാം സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്ത് അങ്ങനെ 6 കുഞ്ഞുങ്ങളെ, പിന്നെ 6 കുട്ടികളെ ഉള്ളല്ലോ എന്നുള്ള സങ്കടമായി. പിന്നെ നീ കിട്ടാത്ത ഇത്രയും സിബ്ലിങ്സ് ഉള്ളതാണ്. ബിക്കോസ് ഞങ്ങൾക്ക് ഒരു ടൈമില്ല ഇങ്ങനെ ബോർഡായിട്ടിരിക്കാനായിട്ട്. ഇപ്പോൾ എങ്ങോട്ടും ദൂരെ യാത്രയിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടിക്കകത്തിരിക്കുമ്പോൾ ഇങ്ങനെ ബോർഡാകത്തില്ല. എപ്പോഴും ഒരു ഇങ്ങനെ കൊന്ത ചെല്ലുന്നു, പിന്നെ ഓരോ ഗെയിംസ് കളിക്കുന്നു, പിന്നെ ഒരുമിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു. അതൊക്കെ നല്ല രസമാണ്. ഇങ്ങനെ ഒരു വലിയൊരു കുടുംബത്തിൽ ദൈവം പറ്റിയത്. പിന്നെ ഞങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും പിള്ളേരുടെ ഇങ്ങനെ മൂത്ത വെച്ചായതുകൊണ്ട് പിന്നെ ഞാനും എൻ്റെ അനിയത്തി ഞങ്ങളെ കുഞ്ഞു പിള്ളേരെ ഹോംവർക്ക് ചെയ്യാനൊക്കെ ദൈവകൃപ സഹായിക്കാനായിട്ട് പറ്റും. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പാത്രമൊക്കെ കഴുകുന്നു, എല്ലാം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് എല്ലാ ടാസ്ക്സും ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ നല്ല രസമാണ്. ഇങ്ങനെ ഇത്രയും പേര് വീട്ടിലുള്ളതുകൊണ്ട് ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ചിരിക്കുന്നു. എൻ്റെ പ്രായമൊക്കെയുള്ള യൂത്തൊക്കെ ഇങ്ങനെ ചിലരൊക്കെ അല്ലെങ്കിൽ വലിയ ആൻറ്റിമാരൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ വലിയ കുടുംബവും അല്ലെങ്കിൽ കുറെ പിള്ളേരുണ്ടാകുന്നത് ഭയങ്കര പാടല്ലേ, ഫൈനാൻഷ്യലി നോക്കുമ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്, പിന്നെ ഭയങ്കര ടൈം ഭയങ്കര ടൈറ്റ് ആകും, പിന്നെ എപ്പോഴും ജോലി 2 പേരൻസിന് എപ്പോഴും ജോലിക്കാൻ പറ്റില്ല, ഒരാൾ വേണമെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ കുത്തിയിരിക്കാൻ വരും പിള്ളേരെ നോക്കാനൊക്കെ, അതൊക്കെ ഭയങ്കര ബോറിംഗ് അല്ലേ, അല്ലെങ്കിൽ കരിയറിനെ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആക്ച്വലി the reality is what I've seen a lot of joy in families with more children. I like it because I have lots of people to play with and lots of people to take care of me. And when people aren't there to take care of me or play with me, when other people, sometimes my brothers play with me or my sisters play with me. അങ്ങനെ ദൈവം നടത്തുന്നു എന്നല്ലാതെ ഒന്നും പറയാനില്ല. ശുശ്രൂഷ ജീവിതം, ആത്മീയ ജീവിതം എല്ലാം ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട് വിശ്വസ്തനായ ദൈവം, നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും വിശ്വസ്തയോടെ കാക്കുന്ന ദൈവം ഞങ്ങളെ കരുതുന്നു, ഞങ്ങളെ കാക്കുന്നു. ഏറ്റവും വലിയ കാര്യം സന്തോഷം എപ്പോഴും ഉള്ളിൽ നിറഞ്ഞ യേശുവിനെ അറിയാൻ പറ്റി. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടം. ആ യേശുവിനെ അതിന്റെ സ്നേഹവും യേശുവിനെ അറിഞ്ഞില്ല എന്തായിരുന്നു അത് ഓർക്കുമ്പോൾ അത് ഏറ്റവും ഈ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ യേശുവിനെ സ്വന്തമാക്കാനായിട്ട് അറിയാനായിട്ട് എന്നുള്ളത്. അപ്പോൾ പണ്ടൊക്കെ കുരിശിന്റെ വഴിയൊക്കെ ചെല്ലുമ്പോഴത്തേനൊക്കെ ഒരു സങ്കടം വരുമായിരുന്നു. എന്താണ്? അപ്പം അന്ന് യേശു ഒരു ക്രൂശിതൻ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോഴോ യേശു രക്ഷകനായി. അപ്പം ക്രൂശിതൻ മാത്രമായി യേശു ആ രക്ഷകനെ കാണാൻ പറ്റി. അപ്പം ആ രക്ഷ അത് അനുഭവിക്കാനായിട്ട്, അറിയാനായിട്ട്, അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് അങ്ങനെയുള്ള ആഗ്രഹം. അതാണ് ഏറ്റവും. യേശു പറയുന്നില്ല, ഞാൻ വന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. അപ്പോൾ ആ സമൃദ്ധി കൊണ്ടുണ്ടാകുന്ന ജീവിതം, ആ എറ്റേണൽ ലൈഫ്, ആ എറ്റേണിറ്റി, അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കിട്ടി. അപ്പം അത് കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ പലതിനും അത് കിട്ടിക്കഴിഞ്ഞാൽ പലതിനും ആൻസർ ആവും. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ കഷ്ടത എന്തിനാണ്, ഇതെത്ര നാള്, എന്താ ദൈവം കാണുന്നില്ലേ. പക്ഷേ നമുക്ക് ആ നിത്യജീവനെ പറ്റിയുള്ള ബോധ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ആൻസറായി. ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം അപ്പുറം നമ്മുടെ ക്ലേശങ്ങൾ ക്ഷണികവും നിസ്സാരവുമാണ്, അതിനപ്പുറം അനുഭവമായ മഹത്വം. ആ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിലെ വേറെ ഈ ഒരു പ്രശ്നങ്ങളും എന്ത് ജോലിയില്ലാതെ വന്നാലും സാമ്പത്തികമായിട്ടൊന്നും ഇല്ലെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഇതൊന്നും അതിനപ്പുറം 5-6 മാസം അസുഖമായിട്ട് ഞാൻ കിടന്ന സമയമൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് 6 മാസം ന്യൂറോളജി അനങ്ങാൻ മേലാണ്ട് കിടന്നുപോയ വേണ്ട, ഈവൻ ഡോക്ടേഴ്സ് പോലും എന്നെ കിടപ്പ് അങ്ങനെ കിടന്നു പോകും എന്ന് വരെ പറഞ്ഞതാണ്. അതിൽ നിന്നൊക്കെ ദൈവം ആ സമയത്ത് ഇരുന്ന്, അപ്പം ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ചെന്നപ്പോൾ ഒരു ബ്രദർ, തോമസ് ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഈശോയ്ക്ക് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ കുറേ പേരെ വേണം എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് ഇത്തിരി കൂടി സന്തോഷമായി. ഓക്കെ, എൻ്റെ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഈ വേദനകൾ നിൻ്റെ സമയത്ത് നീ മാറ്റിത്തരിക, മാറ്റിത്തരേണ്ടതാണെങ്കിൽ മാറ്റിത്തരിക. നീ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരുന്നില്ലല്ലോ. അപ്പോൾ ഇത് മാറ്റിത്തരിക, അല്ലെങ്കിൽ എനിക്ക് സഹിച്ചിട്ട് സന്തോഷത്തോടെ സന്തോഷത്തോടെ സഹിച്ചില്ലെങ്കിൽ പിന്നെ പരാതികളാവുമല്ലോ, അപ്പം പിന്നെ അസ്വസ്ഥതയാകും. അപ്പോൾ സന്തോഷത്തോടെ സഹിക്കാൻ കൃപ തരാൻ ദൈവം കുറേ കാലത്തേക്ക് ഒരു 5-6 മാസത്തേക്ക് അത് സഹിക്കാനായിട്ട് കൃപ തന്നു. പ്രാർത്ഥനയായിട്ട് കാഴ്ചവെക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പം എണീറ്റ് ജോലി ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്ന പോലെ, കർത്താവ് നയിക്കുന്നത് പോലെ കർത്താവ് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യുന്നു. അതുതന്നെ എൻ്റെ പരിശുദ്ധ അമ്മ, ഞാൻ ഈ കൊന്ത കൈ പിടിച്ചിരിക്കുന്നവരെ ഞാൻ എപ്പോഴും അമ്മേനെയാണ് ഓർക്കുന്നത്. ഞാൻ ഈ കുഞ്ഞുങ്ങളെ വളർക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുമായിരുന്നു പരിശുദ്ധ അമ്മ, ദൈവമാതാവായിട്ട് അമ്മ ഈശോയെ പ്രസവിച്ച് അവിടുന്ന് ഉടനെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അമ്മയ്ക്കുണ്ടായ കഷ്ടപ്പാട് എനിക്കില്ലല്ലോ. അപ്പോൾ പരിശുദ്ധ അമ്മയുണ്ടല്ലോ എനിക്ക് സഹായത്തിന് കുഞ്ഞുങ്ങളെ വളർത്താൻ. ഞാൻ ഓർക്കുന്നുണ്ട് അമ്മ പറയുന്നത് കൊച്ച് പാലിന് വേണ്ടി, 2 വയസ്സുള്ള ഇരട്ടകൾക്ക്, അപ്പോൾ ഒരു പാലിന് വേണ്ടി ഇങ്ങനെ ചോദിക്കാം. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമം, കൊച്ചു പാല് വെച്ചിട്ട് പാല് വരെ മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അത്. അപ്പോ പിന്നെ 5ാമൻ ഉണ്ടായിട്ട് ജസ്റ്റ് ഇരിക്കുവായിരുന്നു. അപ്പോ എന്താ സംഭവിച്ചത് അറിയാം, ഒരു ആഫ്രിക്കൻ ചേട്ടൻ കൂടെ ജോലി ചെയ്യുന്നൊരു ചേട്ടൻ എന്താ വിസിറ്റ് ചെയ്യാൻ വരിക, കൊച്ചുണ്ടായി. അപ്പൊ ഫാമിലിനെ കാണാൻ വരിക. അപ്പൊ എന്താ ആ ചേട്ടൻ ടാക്സി പിടിച്ചാ വന്നേ. എന്റെ ചേട്ടൻ ടാക്സി പിടിച്ച വണ്ടിയുടെ ബാക്കിൽ നിന്ന് തുറന്നു 2 വലിയ ഷോപ്പിംഗ് ബാഗ്. ആ ഷോപ്പിംഗ് നിറയെ സോപ്പ് പൊടി, ടിഷ്യൂ പേപ്പർ, വൈപ്സ്, അടുക്കളയിലോട്ട് പിന്നെ എന്തൊക്കെയായിരുന്നോ വേണ്ടത് അത് ആ ബാഗിനകത്ത് എല്ലാം ഉണ്ട്. കൂടെ 4 ബോട്ടിൽ ഫുൾ ഓഫ് പാലും ഉണ്ടായിരുന്നു. അപ്പൊ കൊച്ചു നേരം കണ്ടപ്പോൾ അവൻ പറയും, അതെ എന്റെ പാല് വീട്ടിലെത്തിയെന്ന്. അങ്ങനെ ഓരോരോ കാര്യം ഒരിക്കലും ഞങ്ങള് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ബിക്കോസ് ഓരോ കുഞ്ഞു കാര്യത്തിൽ ഈശോ ഇങ്ങനെ നയിച്ചില്ല. അപ്പൊ അതിന് ഭയങ്കര മിറക്കിളായിരുന്നു. അപ്പൊ എല്ലാത്തിനും ഞാനിങ്ങനെ ചോദിക്കും, എല്ലാരും കുഞ്ഞുങ്ങളായിരിക്കും. ഇപ്പൊ മുതിർന്നവരെന്നെ സഹായിക്കാറായി, എനിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് പറയണത് പോലെയാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇത് ചെയ്താൽ മതി. അല്ലാത്തപ്പോ ഇവരെല്ലാരും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞാനവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈശോയോട് പറയും, കുഞ്ഞുങ്ങളവിടെ കളിക്കുവാണേ മാതാവേ നോക്കിക്കോണേ, അബദ്ധം അനർത്ഥമൊന്നും വരാതെ. അങ്ങനെ എല്ലാം ഈശോയെ ഏൽപ്പിച്ചെല്ലാം. ഈ ഒന്നും നമുക്ക് ആശ്രയിക്കാനില്ലാത്തപ്പം വലിയ സുഖമാണ് കേട്ടോ ജീവിക്കാനായിട്ട്. കാരണം കംപ്ലീറ്റ് ദൈവത്തിൽ ആശ്രയിച്ചേ ആദ്യം, കാരണം എല്ലാത്തിനും ഈശോയെ കൂട്ടുപിടിക്കണമല്ലോ. നമുക്ക് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി കൂട്ടിച്ചേർക്കപ്പെടും. അങ്ങനെ ഒരു വചനം കിട്ടി, ചാച്ചനെ ഫുൾ ടൈമറായിട്ട് ദൈവം വിളിച്ചു. അപ്പോൾ ദൈവവിളി കിട്ടുന്ന പോലെ ഒരു സന്തോഷമാണ് ഞങ്ങൾക്കുണ്ടായത്. അപ്പോൾ അതിലോട്ട് പോയി. അപ്പം ഞാൻ ആകെ ഈശോയോട് പറഞ്ഞു, ഈശോയെ എൻ്റെ മക്കൾ പട്ടിണി കിടക്കല് കേട്ടോ എന്ന് പറഞ്ഞു. അത് മാത്രമാണ് ഞാൻ ഈശോയോട് പറഞ്ഞത്. അത് ദൈവം കൃത്യമായിട്ട് ഒന്നിനും ഒരു കുറവില്ലാതെ, ഒത്തിരി മിച്ചമുണ്ടെന്നോ ബാക്കിയുണ്ടെന്നോ അല്ല, പക്ഷേ ഒന്നിനും ദൈവം കുറവ് വരുത്തില്ല. ഇപ്പം ഞങ്ങൾ എങ്ങോട്ടേലും പോകണമെന്ന് ആഗ്രഹിച്ചാൽ കുഞ്ഞുങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം, കാരണം ഞങ്ങളുടെ ഈ പൈസയിലൊന്നും പിള്ളേർക്ക് അറിയാം. അപ്പം ആദ്യമേ ഇവര് അന്ന് തൊട്ട് വൈകിട്ട് കുരിശ് വരയ്ക്കുമ്പോൾ അവർ പോയിരുന്ന് പ്രാർത്ഥിക്കും, ഈശോയെ ഞങ്ങൾക്ക് ഇങ്ങനെ എന്നെ ഇപ്പോൾ ഫാത്തിമയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധനാട് കാണാൻ പോകാൻ ആഗ്രഹമുണ്ട്, അത് ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് പറയും. എങ്ങനെ ദൈവം ക്രമീകരിക്കും എന്ന് അറിയത്തില്ല. ആ സമയമാകുമ്പം ഞങ്ങൾ പോകാൻ പാകത്തിന് അതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ട് ഞങ്ങൾ കുടുംബമായിട്ട് പോകും. അല്ല എവിടെ പോയാലും ഞങ്ങൾ കുടുംബമായിട്ട് പോകാനാണ് പ്രാർത്ഥിക്കുക, അതാണ് ആഗ്രഹിക്കുക. അപ്പോൾ ദൈവം അത് അത്ഭുതകരമായിട്ട് അപ്പൻ മക്കളോട് എന്നതുപോലെ ആ അപ്പൻ്റെ വലിയ സ്നേഹം, അതാണ് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അപ്പൻ്റെ ആ ഒരു വലിയ സ്നേഹം അതനുഭവിക്കാൻ ദൈവം അനുഭവിച്ചു. അപ്പോൾ അപ്പൻ ഞാൻ പറയും, അപ്പ മോളാ കേട്ടോ പറയണേ എന്നും പറഞ്ഞോണ്ടാ ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കാറ്. അപ്പോൾ ആ ഒരു വലിയ സ്നേഹത്തിൽ, ആ വലിയൊരു ആത്മബന്ധത്തിൽ എൻ്റെ ഈശോ എന്നെ ആക്കി. അത് വലിയൊരു ഇതാണ്. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോടും പറയും, നമുക്ക് അപ്പനുണ്ട്, നമുക്ക് ചോദിക്കാൻ അപ്പനുണ്ട്, അപ്പൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അപ്പനോട് ചോദിക്കുക, മേടിക്കുക. ഞങ്ങൾക്ക് കഴിയുന്നതിനപ്പുറം. അതുപോലെ ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോഴേ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ബലഹീനരായ മാതാപിതാക്കള്, ഞങ്ങൾ വളർത്തുമ്പോൾ കുറവ് വരും. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വളർത്തിയ ഞങ്ങളുടെ എല്ലാ കുറവുകളും അവരിൽ വരും. അപ്പം ഞങ്ങൾ ഈശോയോട് പറയും, ഞങ്ങളല്ല കേട്ടോ വളർത്തുന്നേ, ഈശോ വളർത്തണം, മാതാവും പരിശുദ്ധാത്മാവും ഒക്കെ കൂടെ വളർത്തിക്കോണം, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ ഒരു കുറവും ഇല്ലാതെ ദൈവമക്കളായിട്ട് അവിടെ വളർന്നു വരും. അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറ്. ദൈവത്തിൻ്റെ പരിപാലന. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് ഇവള് ഡിവൈനിലൊരു ധ്യാനത്തിന് പോയിട്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. അപ്പം നായിക ബ്രഹ്മലച്ചൻ പറഞ്ഞു, മാതാവിനെ ദർശനത്തിൽ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കാൻ പറഞ്ഞു. അപ്പം ഇവള് അന്ന് കൈവക്കി. ഞങ്ങൾക്ക് 2 പേർക്ക് UK പോരണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അപ്പം പിള്ളേർ ഇവിടെ വന്നാൽ നശിച്ചു പോകുന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് വരായിരുന്നു. ഇത് വേറെ കഥയാണ്. അപ്പം അങ്ങനെ കൈവക്കി. അപ്പം ഇവളെന്നോട് പറഞ്ഞു, ഞാൻ മാതാവിനെ കണ്ടു, പക്ഷെ ഞാൻ
ആ മാതാവിനെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. കാരണം നമ്മൾ പടങ്ങൾ കണ്ടിട്ടുണ്ട്, ഫാത്തിമ മാതാവ്, ലൂർദ് മാതാവ്, ഇങ്ങനെ വേളാങ്കണ്ണി മാതാവ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മാതാവിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ UK വന്ന് ഇവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ പോയി ഒരു ദിവസം നോക്കിയപ്പോഴത്തേനും ഒരു പിക്ചർ ഇങ്ങനെ മാതാവിനെ ഒട്ടിച്ചിരിക്കുക. അപ്പം ഇവിടെ പറഞ്ഞു ഇത് ഞാൻ കണ്ട മാതാവാണല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോഴത്തേനും പറഞ്ഞു ഇതേ മജുഗോരി പ്രത്യക്ഷപ്പെട്ട മാതാവാണ് അതിൻ്റെ പടം. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ അത് ദൈവനിശ്ചയമായിരിക്കും, നമ്മളിവിടെ കൊണ്ടുവന്നു, അപ്പം അവിടെ പോകേണ്ടത് നമുക്കൊന്ന് പോകാൻ പറഞ്ഞു. ഞങ്ങൾ അവരോട് പേര് കൊടുത്തു. ഞങ്ങൾ വന്നയിടയ്ക്കാണ് ഞങ്ങൾക്ക് ഇന്ത്യൻ വിസയായിരുന്നു, ഇവിടുത്തെ വിസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് യൂറോപ്യൻ വിസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വിസ എടുക്കേണ്ടി വന്നു. വിസ എല്ലാം അപ്ലൈ ചെയ്ത് അന്നേരത്തേനും ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒന്നടയ്ക്കാണ്. നാട്ടിലെ കടങ്ങൾക്കെല്ലാം അങ്ങോട്ട് പൈസ അയക്കണം, പിന്നെ ഇങ്ങോട്ട് ഇതിനും കൂടി അവസാനം ഇങ്ങനെ ഇതിനുള്ള മണി തികയാതായി. ഞങ്ങൾ ഓർത്തുന്ന ഇത് ക്യാൻസൽ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോഴത്തേനും ഒരു ഇംഗ്ലീഷ് പ്രായമുള്ളൊരു അമ്മച്ചി വന്നിട്ട് ഇവളുമായിട്ട് വഴി കിടന്ന് പിടുത്തം വെക്കുക. അന്ന് ഞാൻ നീ എൻ്റെ ഹസ്ബൻഡിനോട് പറയണം ഇത് മേടിക്കണം. മാതാവ് വന്നിട്ട് എന്നോട് പറഞ്ഞു, മാതാവ് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പൈസ ഇല്ല, നിങ്ങൾക്ക് പൈസ തരണമെന്നും പറഞ്ഞ് 1000 പൗണ്ടിൻ്റെ ചെക്ക് എഴുതി ഒരു കൂടിനകത്തിട്ട് നിങ്ങൾ മേടിക്കണമെന്നും പറഞ്ഞ് വഴി കിടന്ന് പിടുത്തം. അപ്പം ഇവിടെ വേറെ അറിയത്തില്ല. അങ്ങനെ അപ്പം ദൈവ പരിപാലനയാണ്. അപ്പം ഞാൻ പറയുന്നതിൻ്റെ കാര്യം. അപ്പം ഇങ്ങനെ എന്നിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ മജുഗോരി പോയിരുന്നത്. അപ്പം അവിടെ വെച്ചാണ് അന്ന് നായിക്കും പറയുമ്പോൾ അച്ഛനെ ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റും. അച്ഛനോടെ വന്നിട്ടുണ്ടായിരുന്നു വേറെ രാജ്യത്ത് പോയിട്ട്. അങ്ങനെ ദൈവ പരിപാലനം. അപ്പം പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം വിശുദ്ധനാട് പോകാനായിട്ട് അപ്പം ഇവൾക്ക് പോകാൻ വേണ്ടി മാത്രം പേര് കൊടുത്തു. അമ്പത്തേനും പിയോ 5-ാമനും പറഞ്ഞു അവനും പോകണം. അവനിപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഹോളിലാൻഡ് പോകണം. എല്ലാവർക്കും പോകാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, നല്ല എമൗണ്ട് വരും, ഇത്ര പേർക്ക് 8 പേർക്ക് പോകണമെങ്കിൽ. അപ്പോഴത്തേനും ഒരു പ്രഭാതത്തിൽ ഒരു വ്യക്തി വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ ഹോളിലാൻഡ് പോകാനുള്ള പൈസ നിങ്ങൾ ഒരാൾ പോകണം, എല്ലാവരോടും പൊക്കും, ഞാൻ അതിന് പൈസ തരാമെന്ന് പറഞ്ഞു ഒരാൾ സ്പോൺസർ ചെയ്തു. അപ്പം അതും ദൈവത്തിൻ്റെ ഇടപെടൽ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പം ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗസ്നായ പിതാവേ ചെല്ലുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഡെയിലി വേണ്ട കാര്യങ്ങൾ ഇപ്പം ഇന്ന് നമുക്കിപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു തരും. നാളത്തേക്ക് വേണ്ട കാര്യം നാളെയും ചെയ്തു തരും. ഈ ഒരു വിശ്വാസത്തിലാണ് പോകണം. അപ്പം നമുക്ക് നാളത്തെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് ഓർത്ത് നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ അതിലേക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉത്കണ്ഠ മൂലം നിങ്ങളുടെ ആയുസ്സിന് ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കത്തില്ല, വചനം പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ആയുസിന്റെ ദൈർഘ്യം കുറയ്ക്കാനേ പറ്റുള്ളൂ നമുക്ക് ഈ ഉത്കണ്ഠകൾ ടെൻഷൻ കൂട്ടിയാൽ. അപ്പം ദൈവം നമ്മളെ പഠിപ്പിച്ചു തന്നെയാണ് അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേന്ന്. അപ്പൊ ഇന്ന് സമൃദ്ധമായി ജീവിക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് എല്ലാം ദൈവം തരും, നാളെയും തരും, നാളത്തേക്കും തരും. അത് ഡെയിലി തന്നുകൊണ്ടിരിക്കും. ആ ഒരു വിശ്വാസത്തിൽ ഫിലിപ്പിയർ 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് പുത്രനായ യേശുക്രിസ്തു വഴി ആവശ്യമായതെല്ലാം തരും, ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും. ഞങ്ങൾക്ക് ഈ വർഷം കിട്ടിയൊരു വേറെ ബ്ലെസ്സിങ് ഇസ് ദാറ്റ് വേൾഡ് യൂത്ത് ഡേക്ക് ഞങ്ങൾക്ക് പോർച്ചുഗലോട്ട് പോകാൻ പറ്റി. അതൊരു ഭയങ്കര അനുഗ്രഹമായിരുന്നു. ബിക്കോസ് ഇങ്ങനെ ഫ്ലഡ് പോലെ ഇങ്ങനെ പല രാജ്യത്തു നിന്ന് കുറെ യൂത്ത്സ് എല്ലാവരും വന്നിങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഈശോയെ ആരാധിക്കാനായിട്ട് ഇങ്ങനെ കുറെ യൂത്തിന് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര അത്ഭുതം പോലെയായിരുന്നു. ഇത്രയും മാത്രം യൂത്ത് ലോകത്തിലുണ്ടോന്ന് തന്നെ ഓർത്തുപോയി. ബിക്കോസ് പല ഭാഷകൾ സംസാരിക്കുന്ന പല ടൈപ്പ് ആൾക്കാർ അവിടെ ഒരു സ്ഥലത്ത് ഫോർ ദ വൺ സെയിം പർപ്പസ്, അത് ഈശോനെ ആരാധിക്കാൻ. എവരിവൺ ഷെയറിംഗ് ദ സെയിം ഫെയ്ത്ത്. അങ്ങനെയുള്ള കുറെ പേരെ മീറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ലൈക്ക് യൂത്തിന് പറഞ്ഞ ചേച്ചി പറഞ്ഞ പോലെ അത്ര യൂത്ത് ഉണ്ടെന്ന് മാത്രമല്ല, എല്ലാവരും അവിടെ വന്നേക്കുന്നത് ഒരു കാരണത്തിന് വേണ്ടിയാണ്. ഞങ്ങളെല്ലാവരും വി ബിലീവ് ഇൻ ജീസസ്. നമുക്ക് എല്ലാവർക്കും ഈശോന് സ്നേഹമുള്ളതുകൊണ്ട് വിശ്വാസമുള്ളതുകൊണ്ട് വന്നേക്കുന്നത്. എന്നിട്ട് അത്ര ആൾക്കാര് സ്റ്റിൽ വിശ്വാസം ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഇറ്റ് വാസ് overwhelming. ലൈക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുള്ളൂ. നമ്മൾ ചിന്തിക്കും, ഞാൻ ചിന്തിച്ചിരുന്ന ഇങ്ങനെ കുറച്ച് പേരുള്ളൂ എന്ന്, പിന്നെ ആകെപ്പാടെ നമ്മളിവിടെ കുറച്ച് അറിയാവുന്ന പേരുള്ളൂ എന്ന്. പക്ഷെ അവിടെ പോയപ്പോ എന്തൊരു കുഞ്ഞാൾക്കാരും അപ്പച്ചന്മാർ ഇപ്പോഴും യൂത്തിന്റെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. അവർക്ക് അത്രയും വിശ്വാസ സ്നേഹം, എത്രയും കുറെ ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്കും ടു ബി പാർട്സ് ഓഫ് ദാറ്റ്, അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് പങ്കിടാൻ പറ്റിയോണ്ട് ഇറ്റ് വാസ് വെരി അമേസിങ്. എന്നിട്ട് നമ്മളുടെ മാർപ്പാപ്പിനെയും കാണാൻ പറ്റിക്കുന്നു. ഹീസ് ദ ഹെഡ് ഓഫ് അവർ കാത്തലിക് ചർച്ച്. അപ്പൊ മാർപ്പാപ്പിനെ സ്റ്റേജിൽ നിന്ന് അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റിയോണ്ട് പിന്നെ ദൂരെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി ആ പ്രസൻസ്. പിന്നെ ഇറ്റ് വാസ് ജസ്റ്റ് കുർബാനൊക്കെ ഇറ്റ് വാസ് ജസ്റ്റ് കുരിശിന്റെ വഴിയും എല്ലാം ആ ഒരു atmosphere completely different ആയിരുന്നു. It was everyone was in like
everyone it was in the unity. നല്ല വലിയ യൂണിറ്റി ഉണ്ടായിരുന്നു. Everyone in the love and peace of Christ. അങ്ങനെ ഒരു നല്ലൊരു it was just beautiful. പറയാൻ പറ്റത്തില്ല. ഞാനിപ്പം ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈമർ ആയിട്ട് ഇപ്പം ഈ ഡിസംബറിൽ 12 വർഷം ആവുക. അപ്പം ഞങ്ങൾ 2006 ഇവിടെ വന്നപ്പോൾ സെബാസ്റ്റ്യൻ അരിക്കാട്ടച്ചൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പനായിട്ട്. അപ്പോൾ അവിടെ ഒരു പ്രയർ യൂണിറ്റൊക്കെ തുടങ്ങാൻ അച്ഛൻ സഹായിച്ചു. അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നെ സോജിയച്ചൻ വന്നത്. സോജിയച്ചൻ വന്ന് കഴിഞ്ഞിട്ടാണ് ശരിക്കും ജീവിതത്തിൽ ശുശ്രൂഷ മേഖലകളിൽ തന്നെ വേറൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിച്ചത്. തിരിച്ചറിയാനായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം, ഈ ദേശത്ത് വന്ന ഈ ദേശം. അപ്പം അതൊക്കെ യേശു ഉള്ളിൽ രൂപപ്പെടുവാനായിട്ട് അച്ഛന് വലിയ ഒരു പങ്കായിരുന്നു, അച്ഛൻ്റെ സോജിയച്ഛൻ്റെ. അപ്പം നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്നാ തിരിഞ്ഞ് ശുശ്രൂഷയിലാണെങ്കിലും തന്നെ നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പം അതൊക്കെ എല്ലാം കറക്റ്റ് ചെയ്ത് തന്നതും അപ്പം അത് അച്ഛനെ കിട്ടിയതൊരു ഭയങ്കര ദൈവകൃപയായിപ്പോയി. അപ്പം അച്ഛനിലൂടെ വളരുവാനായിട്ടും ഒരു ക്രിസ്തു ശിഷ്യനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് അച്ഛൻ്റെ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു വേദന എപ്പോഴും അച്ഛൻ ഇങ്ങനെ അതെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ദേശത്തിന്റെ ആത്മാക്കൾ നേടാനായിട്ടൊക്കെ ഇങ്ങനെയുള്ള ഉള്ളിൽ ആഗ്രഹം കിട്ടിയത് അച്ഛനിലൂടെയാണ്. അപ്പം ജെറമ്യായുടെ പുസ്തകത്തില് പറയുന്നുണ്ട്, ഇസ്രായേൽക്കാരെ ബാബിലോണിലേക്ക് അടിമത്തിലേക്ക് കൊണ്ടുപോയപ്പോഴത്തേനും ജെറമ്യ പ്രവാചകൻ കത്ത് കൊടുത്തു വിട്ടല്ലോ. അപ്പം നിങ്ങൾ ആ ദേശത്തിന് വേണ്ടി നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം. ആ ദേശത്തിന്റെ ക്ഷേമം നിങ്ങളുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും യജ്ഞിക്കുകയും ചെയ്യണം അതിനുവേണ്ടി. അപ്പം അത് നമുക്ക് ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളൊരു ബോധ്യം അതിലൂടെ കിട്ടി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നൈറ്റ് വിജിൽ തുടങ്ങുന്നത് തന്നെ അച്ഛൻ പറഞ്ഞിട്ടാണ്. ഈ ദേശത്ത് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ തിന്മകൾ കിടക്കുന്നത്, അതെന്നെ നൈറ്റ് വിജിൽ ചെയ്യാനായിട്ട് ഒരു ഉത്തേജനം തന്നത് അതാണ്. കാരണം അച്ഛന് അത് പറഞ്ഞു തന്നപ്പോൾ, കാരണം അല്ലെങ്കിൽ രാത്രി ഉറക്കളച്ചിരിക്കാൻ എനിക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ആളാണ്. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ തിന്മകൾ നടക്കുന്നത് കൂടുതലും രാത്രിയിലൊക്കെയാണല്ലോ. അപ്പൊ ആ സമയത്ത് ആരെങ്കിലും ഉണർന്നിരുന്ന് ഈശോയുടെ അടുത്ത് നിലവിളിക്കണം, പ്രാർത്ഥിക്കണം, ആത്മാക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. അതെനിക്കൊരു വലിയൊരു ബോധ്യമായിട്ട് കിട്ടി. അപ്പോൾ ഒരു ശക്തി പരിസ്ഥാഭാവം തന്നു, ഇങ്ങനെ അത് ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും. ഞാൻ ആലോചിക്കുക, അന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് 5 വർഷം ഞാൻ ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്ന സമയത്ത് പിന്നെ ഹോം മിഷൻ അച്ഛൻ ഇങ്ങനെ എല്ലാം, അന്ന് നമുക്ക് ഏത് വീടുകളിൽ ഏത് ദേശത്തും പോയി പ്രാർത്ഥിക്കാമായിരുന്നു. ഇന്നിപ്പോൾ ആ സിറ്റുവേഷൻ മാറി. ഫ്രീ ആയിട്ട് പോയി പ്രാർത്ഥിക്കാനോ പലരുടെ അനുവാദമൊക്കെ വേണം. അന്നതൊന്നും വേണ്ടായിരുന്നു. അപ്പം അന്ന് വേറെ അച്ഛന്മാരില്ല, ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഓരോ വീക്കെൻഡിലും ഇങ്ങനെ വണ്ടിയെടുത്ത് 10-15 പേരിങ്ങനെ ഓരോ ദേശങ്ങളില്, ബസ്സിനല്ല അവരവൻ്റെ വണ്ടി എടുത്തായിരുന്നു ഹോം മിഷന് പോകുന്നത്. അപ്പം അങ്ങനെ പോയി പ്രാർത്ഥിക്കും. അപ്പം ജോലി ചെയ്ത് നാട്ടിലേക്ക് കടങ്ങൾ വിടാൻ വേണ്ടി പൈസ അങ്ങോട്ട് അയക്കണം. പക്ഷെ അന്ന് ഓർക്കുന്ന ക്രെഡിറ്റ് കാർഡ് പെട്രോൾ അടിച്ചോണ്ടായിരുന്നു നമ്മൾ പോകുന്നത്. അപ്പൊ അത് അത്രയ്ക്ക് ഒരു തീക്ഷ്ണതയായിരുന്നു. അപ്പം അത് പോയി അപ്പൊ അത് കിട്ടി. അപ്പൊ ആ കാലമൊക്കെ ഇപ്പോൾ ഓർക്കുവാണ്. പക്ഷെ നമുക്ക് ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇന്ന് പൈസ ഇല്ലാഞ്ഞിട്ട് പോലും ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ഇങ്ങനെയൊക്കെ പോയിട്ട് ദൈവം എല്ലാം കർത്താവ് എല്ലാം പരിപാലിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹം, അത് കർത്താവ് നമ്മളെ ഒരിക്കലും കടക്കാരനാകത്തില്ല. നമ്മൾ കർത്താവിനോട് വിശ്വസ്തരായിരുന്നാൽ കർത്താവ് നമ്മളോടും വിശ്വസ്തരായിരിക്കും. അതാണ് ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യം, മനസ്സിലാക്കി തന്ന ഒരു കാര്യം. അപ്പം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. മരുഭൂമിയിൽ വഴിവെട്ടുന്നവനാണ് കർത്താവ്. നമുക്ക് ഏത് സാഹചര്യത്തിലും നമ്മളെ നടത്താനായിട്ട് കഴിവുള്ള സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതാണ്. അതൊരു ഭയങ്കര ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴാണേലും 10-15 ദിവസത്തിൽ കൂടുതൽ ഇതൊന്നും എടുക്കാറില്ല. അത് കഴിഞ്ഞാൽ ഉടനെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുകയായി. അപ്പൊ കുഞ്ഞുങ്ങളെ ആയിട്ട് അങ്ങ് പോവും. അപ്പോൾ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ശുശ്രൂഷ കേട്ട് വളർന്നത് കൊണ്ടേ അപ്പോൾ പ്രാർത്ഥനകളൊന്നും അവർക്ക് എന്ത് മനസ്സിലാകുന്നൊന്നുമില്ല. പക്ഷേ ആത്മാവല്ലേ നയിക്കുന്നത്. അതുകൊണ്ട് അവർക്കെല്ലാം അത് ഉൾക്കൊള്ളാനായിട്ട് ജ്ഞാനം, അത് വിശുദ്ധ ലിഖിതങ്ങൾ ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം കർത്താവ് അവരുടെ ഹൃദയം തുറന്നു
വളർന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതുപോലെ ഈശോ അവരുടെ ഹൃദയത്തിൽ എന്തൊക്കെ നിക്ഷേപിക്കുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളത് മാതാപിതാക്കളെ നമ്മുടെ ഉത്തരവാദിത്വം. ഈശോയുടെ അടുത്ത് കൊണ്ടുപോവുക, പള്ളിയിൽ കൊണ്ടുപോവുക. അപ്പൊ മലയാളം ഖുർആനിക്കൊക്കെ പോകുമ്പോഴത്തേനും ആദ്യം ഇവർ പറയുമായിരുന്നു, കാരണം ഇവർക്ക് ഇംഗ്ലീഷ് ആണല്ലോ കൂടുതൽ എളുപ്പം. അപ്പൊ അവര് പറയുമായിരുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഞങ്ങളൊരു ഈശോയെ മനസ്സിലാക്കാൻ, ഇപ്പൊ ചാച്ച പറഞ്ഞല്ലോ തമിഴ് ഖുർആനിക്ക് പോകുമ്പോൾ കുർബാന എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഭാഷ വേണ്ടല്ലോ. ഈശോ കാൽവരി ബലിയായത് എന്താണെന്നും ബോധ്യങ്ങൾ കിട്ടിയാല്. അപ്പം പിന്നെ ഈ കുഞ്ഞുങ്ങൾ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ കേട്ടോ, എൻ്റെ ജീവിതത്തിൽ എന്നെ തന്നെ ഈശോ ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങള് സംശയങ്ങൾ ചോദിക്കുമ്പം ഞാനൊരു പാവം അമ്മ, എനിക്ക് ഇതിന് മാത്രം ജ്ഞാനമൊന്നുമില്ല, അറിവൊന്നുമില്ല ഇവർക്ക്. അപ്പം ഞാനിങ്ങനെ ഈശോയുടെ അടുത്ത് പറയും, അപ്പൊ പരിശുദ്ധാത്മാവിനോട് പറയും എൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ, അപ്പോൾ ഇവരെക്കത് പറഞ്ഞു കൊടുക്കാനൊരു ജ്ഞാനം തരണേ എന്ന് പറയുമ്പോൾ എനിക്ക് ഓരോ ബോധ്യങ്ങൾ. അപ്പൊ ഈശോ അതിനൊരു ഉത്തരം തരും. അപ്പൊ പരിശുദ്ധാത്മാവ് എനിക്ക് ആ ഉത്തരം തന്നേച്ച് ഞാനത് പറയുമ്പം അവർക്കത് മനസ്സിലാവും. പിന്നെ കുഞ്ഞുങ്ങളോട് പറയുമ്പോഴും ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ ഞാൻ പറയുന്നത് ആ പറയുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാകാൻ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കും. കാരണം അവർക്കത് മനസ്സിലാവണമല്ലോ, അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ട് വരാമല്ലോ, തർക്കിക്കാമല്ലോ. അങ്ങനെ ഒരു ഇത് വരാതെ പരിശ്രമം അവരുടെ ഹൃദയം തുറക്കും, അത് അങ്ങനെ ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ. അപ്പൊ അങ്ങനെ ഞങ്ങളെ ദൈവം നയിക്കുന്നു ഓരോ സമയങ്ങളിലും കേട്ടോ. ആത്മീയ ഗുരുക്കള്, ആത്മീയ പിതാക്കന്മാരെന്ന് പറഞ്ഞതുപോലെ വട്ടായച്ചന്, സോജിയച്ചന്, അങ്ങനെ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും. അപ്പൊ അച്ഛൻ്റെ കൂടെയാണ് അവര് എപ്പോഴും ശുശ്രൂഷയിൽ, അല്ലെങ്കിൽ ഇടവക ദേവാലയത്തിൽ അങ്ങനെ. അപ്പൊ എൻ്റെ ചാച്ചൻ തമാശയായിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, നാട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ഡ്യൂട്ടി, അല്ലെങ്കിൽ പള്ളി, അല്ലെങ്കിൽ ശുശ്രൂഷ, അല്ലാതെ നിന്നെ എപ്പോഴേലും കിട്ടുമോ എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ പക്ഷേ വലിയ ആനന്ദം, അവർക്ക് സന്തോഷമാണ് കേട്ടോ. എൻ്റെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാം സന്തോഷമാണ്. ആദ്യമൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ജോലിയൊക്കെ ചെയ്യാതെ എങ്ങനെയാണ് ജീവിക്കണമെന്ന്, മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത്, എപ്പോഴും ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് നടന്നാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ എനിക്ക് അസുഖം വന്നപ്പോഴൊക്കെ ആണെങ്കിൽ അവർ പറയായിരുന്നു, നീ ഇങ്ങനെ വിശ്രമിക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയും. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതല്ലേ, സൂക്ഷിക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, ദൈവകൃപ മാത്രമാണ്. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരികയില്ല. ദൈവം അനുവദിക്കുന്ന എല്ലാം നന്മയ്ക്കായും വരും. ദൈവത്തിന് സ്തുതി. They told me,